ഫെബ്രുവരി മാസം പ്രണയത്തിൻ്റെ ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്. പ്രണയിക്കുന്നവർക്ക് സന്തോഷിക്കാനും കൂടുതൽ അടുക്കാനുമുള്ള ദിനങ്ങൾ. പ്രണയത്തിലാകുന്നതും ഒരു പുതിയ ജീവിതബന്ധം ആരംഭിക്കുന്നതുമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നും. എന്നാൽ പ്രണയം ആരംഭിച്ച ദിനം മുതൽ അതേ തീവ്രതയോടെ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുക എന്നത് എത്ര ഭാഗ്യമാണ്. പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയവർക്കും ആഘോഷിക്കാനുള്ള ദിനങ്ങൾ. നീണ്ടു നിൽക്കുന്ന പ്രണയദിനങ്ങൾ. ഓരോ ദിനങ്ങളും തങ്ങളുടേത് മാത്രമാക്കി മാറ്റാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പരസ്പരം പറയുവാനും അറിയുവാനും, മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാനുമുള്ള ദിനങ്ങൾ. വാലന്റൈൻ ദിനം. അതെ, പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനം. എല്ലാ വർഷവും ഫെബ്രുവരി 14 ആഘോഷിക്കപ്പെടുന്ന പ്രണയദിനം. ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടമറിയിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ അന്താരാഷ്ട്ര പ്രണയ ദിനമായി ആചരിക്കപ്പെടുന്നു. പരസ്പരം പ്രണയിക്കുന്ന ദമ്പതികൾക്കും ഈ ദിനം വിശേഷപ്പെട്ടതാണ്. പുതുവസ്ത്രങ്ങൾ ധരിച്ചും പങ്കാളികൾ ഒരുമിച്ച് വിനോദയാത്രകൾ നടത്തിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കിയും അവരും പ്രണയദിനത്തെ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. നാം ആചരിക്കുന്ന ഈ പ്രണയദിനത്തിൻ്റെ ചരിത്രം ഇപ്രകാരമാണ്. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി പ്രണയത്തിലായി. അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തല വെട്ടാൻ ആജ്ഞ നൽകി. തല വെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ തൻ്റെ പ്രണയിനിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് നൽകി. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒരു ഫെബ്രുവരി 14 കൊണ്ട് അവസാനിക്കുന്ന ദിനമല്ല വാലന്റൈൻസ് ഡേ. അതിനു മുൻപ് റോസ് ഡേ, പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ എന്നിങ്ങനെ പ്രണയത്തെ ഊട്ടി ഉറപ്പിക്കാനുതകും വിധം ഓരോ ദിനങ്ങളും ആചരിക്കപ്പെടുന്നു. ഫെബ്രുവരി 7 മുതൽ ഓരോ ദിനങ്ങളും അതിൻ്റേതായ പ്രാധാന്യത്തോടെ ഓരോ പ്രണയിതാക്കളും ആചരിക്കുന്നു. പ്രണയത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന റോസാപ്പൂക്കൾ പരസ്പരം കൈമാറിക്കൊണ്ടാണ് വാലന്റൈൻസ് വാരം ആരംഭിക്കുന്നത്. ഈ ദിവസം പരസ്പരം വ്യത്യസ്ത നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ നൽകുന്നു. പ്രണയത്തിന് ചുവന്ന റോസാപ്പൂക്കൾ, സൗഹൃദത്തിന് മഞ്ഞ, ആരാധനയ്ക്ക് പിങ്ക് എന്നിങ്ങനെ ഓരോ നിറവും വ്യത്യസ്ത വികാരങ്ങളുടെ പ്രതീകമാണ്. ഈ ദിനം ഫെബ്രുവരി 7 ആചരിക്കപ്പെടുന്നത്. രണ്ടാം ദിനമായ ഫെബ്രുവരി 8 പ്രൊപ്പോസ് ഡേ ആയി ആചരിക്കപ്പെടുന്നു. പേര് പോലെ തന്നെ ഉള്ളിലെ പ്രണയവും ഇഷ്ടവും തുറന്നു പറയാനുള്ള ഒരു ദിനം. ഇനിയുള്ള ജീവിതത്തിൽ തനിക്കൊപ്പം എന്നും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ദിനം കൂടിയാണ് പ്രൊപ്പോസ് ഡേ. മൂന്നാം ദിനമായ ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ മധുരം പകരാൻ ഏറ്റവും മനോഹരമായ മാർഗമെന്ന നിലയ്ക്കാണ് വാലന്റൈൻസ് ആഴ്ചയുടെ ഭാഗമായി ചോക്ലേറ്റ് ദിനം ആഘോഷിക്കുന്നത്. പ്രണയികൾക്ക് പ്രണയം പരസ്പരം തുറന്നു പറയുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമുള്ള ഉപാധി എന്ന നിലയിൽ ഈ ദിനം ചോക്ലേറ്റ് കൈമാറുന്നു. ഫെബ്രുവരി 10 ടെഡി ഡേ ആണ്. തൻ്റെ മാത്രമെന്ന് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട വ്യക്തിയോട് പ്രണയം തുറന്നു പറയാൻ തങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമായി ഈ ദിനം മനോഹരമായ ടെഡി ബെയറിനെ സമ്മാനിച്ചുകൊണ്ട് ടെഡി ഡേ ആഘോഷിക്കുന്നു. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ ആണ്. ഉപാധികളില്ലാതെ സ്നേഹിക്കുക. ആ സ്നേഹം നിങ്ങൾക്ക് സന്തോഷം മാത്രം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ ഓരോ കൊച്ചു പ്രവൃത്തിയിലും നിങ്ങളുടെ സ്നേഹത്തെ കണ്ടെത്തുക. എല്ലാ പ്രണയബന്ധങ്ങളും തുടങ്ങുന്നത് ഒരു ഉറപ്പിലാണ്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഉറപ്പ്. ഒരിക്കലും പിരിയില്ലെന്നും വഞ്ചിക്കില്ലെന്നും പരസ്പരം മനസ്സുകൊണ്ട് പറഞ്ഞുറപ്പിക്കുന്ന ഉറപ്പ്. ഇണക്കങ്ങളും പിണക്കങ്ങളും എത്ര ഉണ്ടായാലും നിമിഷ നേരം കൊണ്ട് അതില്ലാതാകുകയും ഒരിക്കലും വിട്ടുപോകില്ല എന്നും ഒരിക്കലും അകലുകയില്ല എന്നുമുള്ള ഉറപ്പ്. ജീവിതകാലം മുഴുവൻ വിശ്വാസവഞ്ചന കാട്ടില്ലെന്നുള്ള ഉറപ്പും നൽകുന്ന ദിനം.
എപ്പോഴും ഒരുമിച്ചുണ്ടാകുമെന്ന് പ്രണയിക്കുന്നവർ പരസ്പരം വാക്കുകൊടുക്കുന്ന ദിനം കൂടിയാണിത്. ഫെബ്രുവരി 12 ഹഗ് ഡേ ആണ്. പ്രണയവാരത്തിൻ്റെ 6-ാം ദിനമാണ് ഹഗ് ഡേ ആയി ആചരിക്കുന്നത്. വാക്കുകളേക്കാൾ കൂടുതലായി സ്നേഹം പ്രകടിപ്പിക്കാൻ ആലിംഗനങ്ങൾക്കാണ് കഴിയുന്നത്. സ്നേഹത്താൽ പൊതിഞ്ഞ ആലിംഗനങ്ങൾ എപ്പോഴും മനസ്സിന് സന്തോഷം നൽകാറുണ്ട്. ആലിംഗനം എന്നത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകടനമാണ്. ചേർത്ത് പിടിക്കുന്നതിൻ്റെ കരുതലും സാന്ത്വനവും എത്രമേൽ പ്രണയത്തെ മനോഹരമാക്കും എന്നാണ് ഹഗ് ഡേ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങളുണ്ടെന്നും അവരുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നും മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുമ്പോൾ സുരക്ഷിത ഇടമാണ് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ ആലിംഗനങ്ങൾ സഹായിക്കും. വാലന്റൈൻസ് ആഴ്ചയിലെ 7-ാമത്തെ ദിനം കിസ് ഡേ ആയി ആചരിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് വാക്കുകൾ അവസാനിക്കാറേയില്ലല്ലോ. ആഴത്തിലുള്ള വികാരങ്ങളും വാത്സല്യവും പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമായി എല്ലാവരും സമ്മതിക്കുന്നത് ഒരു നനുത്ത ചുംബനം തന്നെയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ കിസ് ഡേക്കും അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പ്രണയം ഒരു ഉറപ്പ് നൽകലാണ്, ഒരു സ്മരണികയാണ്. ഒരിക്കൽ നൽകിയാൽ മറക്കാനാവാത്ത അനുഭൂതിയാണ്. അതൊരിക്കലും മറഞ്ഞു പോകാതിരിക്കട്ടെ. മാത്രമല്ല, നിങ്ങൾ നൽകുന്ന എല്ലാ ഉറപ്പുകളും പാലിക്കാൻ ശ്രമിക്കുക. പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. പ്രണയദിനം പ്രണയമുള്ളവർക്ക് മാത്രമല്ല, പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും ആഘോഷിക്കാം. തങ്ങളുടെ പ്രണയം മനസ്സ് തുറന്ന് പ്രണയിനിയെ അറിയിക്കാം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരോട് സ്നേഹപൂർവ്വം പറയാം. പ്രണയം പവിത്രമാണ്. അത് യഥാർത്ഥമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്ന ഒരു സുന്ദരമായ നിമിഷമാണത്. നിങ്ങളെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പ്രണയത്തിന് സാധിച്ചേക്കും. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ദിന ആശംസകൾ.